KPCC DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയിൽ സമവായ ചർച്ചകളിൽ ധാരണ ഉണ്ടാക്കാനാകുന്നില്ല നേതൃത്വത്തിന്. നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കി പ്രാഥമിക പട്ടിക സമർപ്പിക്കാൻ ആകാത്തതിൽ AICC നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് സൂചന. നമുക്കാദ്യം റിപ്പോർട്ടൊന്ന് കാണാം. DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ MPമാരുടെ നിർദ്ദേശങ്ങൾ വന്നതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. കൊടിക്കുന്നിൽ സുരേഷ്, K സുധാകരൻ, ശശി തരൂർ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾ പുതിയ പേരുകൾ മുന്നോട്ട് വച്ചു. പഴയ AI ഗ്രൂപ്പുകൾ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിക്കാത്തതിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. 5 DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിലാണ് വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് വലിയ തർക്കമുള്ളത്. മലബാറിലെ DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ കടുത്ത നിലപാടിലാണ് സുധാകരൻ. തിരുവനന്തപുരത്ത് തന്റെ നോമിനി ചെമ്പഴന്തി അനിലിനായി VD സതീശനും കടുംപിടുത്തം തുടരുന്നു. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ആലപ്പുഴയിലുള്ള KC വേണുഗോപാലുമായി നേതാക്കൾ ചർച്ച നടത്തും. മുതിർന്ന നേതാക്കളുമായും MPമാരുമായും വീണ്ടും ആശയവിനിമയം നടത്തുമെന്നാണ് സൂചന. ഇതിനുശേഷം പൊട്ടിത്തെറി ഒഴിവാക്കാൻ ജംബോ കമ്മിറ്റിയുടെ പട്ടികയുമായി സണ്ണി ജോസഫ് വീണ്ടും ദില്ലിയിലേക്ക് തിരിക്കും എന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി തന്നെ ചേരുകയാണ് ഈ ഘട്ടത്തിൽ. നിർഭൻ, പ്രാഥമികമായ പട്ടിക പോലും നൽകാനാകുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഇരുന്നൊരു പുനഃസംഘടന അതുപോലും ആകാത്ത സ്ഥിതി. അതായത് ഇതിൻ്റെ ഉള്ള് എത്ര കണ്ട് ദ്രവിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണവും നിയമസഭയും ഒക്കെ വരാനിരിക്കുന്നു. അവിടെയാണ് കണ്ടത് സാധാരണഗതിയിൽ ഒരു തർക്കം കോൺഗ്രസിൽ അത് നിത്യേന ഉള്ളതാണ് എന്ന കരുതി വാർത്തയിൽ പ്രാധാന്യം നേടേണ്ട ഒന്നല്ല. എത്രയേറെ ഉള്ളു ദ്രവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 തവണ പ്രതിപക്ഷത്തിരുന്നിട്ടും. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ, വിവരങ്ങൾ, അതൃപ്തികൾ? അജിംഷാദ്, ഇതിൻ്റെ പുനഃസംഘടന സംബന്ധിച്ച് പുതിയ ഭാരവാഹികൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ AP അനിൽകുമാറും വിഷ്ണുദാസും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും വന്ന ശേഷം UDFിൻ്റെ കൺവീനറായി അടൂർ പ്രകാശും വരുന്നു. അതിനുശേഷം സമ്പൂർണ്ണ പുനഃസംഘടനയാണ് KPCC ഒപ്പം തന്നെ AICCയും ആലോചിച്ചിരുന്നത്. പക്ഷേ അത് സമ്പൂർണ്ണ പുനഃസംഘടന പോയാൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ AICCയുടെ മാനദണ്ഡം അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരും. അതായത് ദളിത്, പിന്നോക്ക പ്രാതിനിധ്യം, വനിത, ഒപ്പം തന്നെ യുവജന പ്രാതിനിധ്യം. അതങ്ങനെയാണ് 50%. ബാക്കിയുള്ള 50%ത്തിലാണ് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോൾ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന, ഇപ്പോൾ ഗ്രൂപ്പല്ലല്ലോ, AI ഗ്രൂപ്പുകളുടെ പ്രതാപകാലം കഴിഞ്ഞു. പുതിയ VD സതീശനും KC വേണുഗോപാലും അടങ്ങുന്ന വേറൊരു ഗ്രൂപ്പ് വന്നു. അത് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അത് ആ നിലയിലാണ് സംഘടനയുടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടെ നിൽക്കുന്നവരെ ഈ കമ്മിറ്റിയിലേക്ക് കയറ്റാൻ ഉള്ള പ്രയാസം വരും, ഈ പ്രാതിനിധ്യം വരും. അതുകൊണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന എന്ന ഭാഗം അവർ ഒഴിവാക്കി. പകരം നിലവിൽ നിർജ്ജീവമായ KPCC ജനറൽ സെക്രട്ടറിമാരെ ഒഴിവാക്കുക, പകരം പുതിയ ജനറൽ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തി അത് വിപുലീകരിക്കുക. ഒപ്പം തന്നെ KPCC സെക്രട്ടറിമാർ ഇപ്പോഴില്ല, അതും കൂടി പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 50-ന് താഴെ 60 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി വരുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ആ ചർച്ചകളുമായി മുന്നോട്ട് പോയി. ഒപ്പമാണ് DCC പ്രസിഡന്റിൻ്റെ കാര്യം. DCC പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ സമാനമായ സ്ഥിതിയായിരുന്നു. തൃശ്ശൂരാണ് ഏറ്റവും അവസാനം പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട K മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട അവസാനം DCC അധ്യക്ഷനെ തീരുമാനിച്ചത്. ബാക്കി 13 DCC അധ്യക്ഷന്മാരെ മാറ്റണം എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി AICCക്ക് നൽകിയ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ദില്ലിയിൽ വെച്ച് MPമാരുമായി ആശയവിനിമയം നടത്തുമ്പോൾ MPമാർ കടുത്ത വിയോജിപ്പ്. മലബാറിലെ 3 DCC അധ്യക്ഷന്മാരെ മാറ്റാൻ ആവില്ല എന്ന നിർദ്ദേശം K സുധാകരൻ കടുംപിടുത്തം ഉന്നയിക്കുന്നു. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിന് വേണ്ടി കടുത്ത നിലപാട് VD സതീശൻ ഉന്നയിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള കൊടിക്കുന്നിൽ സുരേഷ് കൊല്ലത്ത് DCC അധ്യക്ഷന് വേണ്ടിയുള്ള വാദം ഉന്നയിക്കുന്നു. അങ്ങനെ 5 ശക്തമായ വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട്. മറ്റ് ചില ജില്ലകളിൽ സമാനമായ പ്രശ്നമുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴാണ് പട്ടിക AICC നേതൃത്വത്തിന് കൊടുക്കാനാകാതെ സണ്ണി ജോസഫ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. ഇനി നേരത്തെ നമ്മൾ വാർത്തയിൽ തന്നെ പറഞ്ഞതുപോലെ ഇനിയുള്ള വിഷയമെന്ന് പറഞ്ഞാൽ സമവായത്തിലൂടെയെങ്കിലും പ്രശ്നം പരിഹരിക്കുകയാണ്. അങ്ങനെ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിച്ചാൽ നിലവിലുള്ള KPCC ജനറൽ സെക്രട്ടറിമാരെ മാറ്റില്ല, പുതിയ ആൾക്കാരെ അതിനകത്ത് തിരികെ കയറ്റുകയും ചെയ്യും. DCC നിർഭൻ, ഈ ജംബോ കമ്മിറ്റി പാടില്ല, അത്തരത്തിൽ പലതരത്തിലുമുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ അതിർത്തി പ്രാഥമിക പട്ടിക ആക്കാനാകുന്നില്ല. ഈ മാനദണ്ഡങ്ങൾ കൂടി പാലിക്കാനാകുമോ? ഇത്യാദി വിഷയങ്ങൾ കൂടിയുണ്ട്. ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ. അജിംഷാദ്, ഇപ്പോൾ മാനദണ്ഡങ്ങൾ ഇനി ബാധകമാകില്ല. കാരണം ഇനിയിപ്പോൾ വനിതകൾക്കുള്ള പ്രാതിനിധ്യവും ഒപ്പം തന്നെ
ഇതിനകത്ത് ദളിത് പിന്നോക്ക പ്രാതിനിധ്യവും യുവജനങ്ങളുടെ പ്രാതിനിധ്യവും വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കിയത്. ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ വച്ചപ്പോൾ പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ വിഷ്ണുനാഥ്, ഒപ്പം AP അനിൽകുമാർ, ഒപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നു. ഒന്നിലധികം പരിഗണിക്കപ്പെടുന്ന നിരവധി പേരുകളുണ്ട്. ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അവരെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നത്. അതിനുശേഷം ഇനി KPCC ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രാതിനിധ്യം വരണമെന്നില്ല. യുവജന പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായ അതിന് മുൻപ് രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായ കാലം മുതൽ ഒരു നിര നേതാക്കൾ ഭാരവാഹിത്വം ഒഴിഞ്ഞ് പുറത്തുണ്ട്. DCC അധ്യക്ഷന്മാർ പുറത്തുണ്ട്. KSU നിന്നും യൂത്ത് കോൺഗ്രസ് നിന്ന് ഭാരവാഹിത്വം ഒഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന നേതാക്കളുണ്ട്. ഇവർക്കൊന്നും സ്ഥാനമാനങ്ങളില്ല. ഒപ്പമാണ് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായി താരതമ്യേന ജൂനിയറായ AP അനിൽകുമാറിനെയും ഒപ്പം തന്നെ വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയും തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മേളിലുള്ള നേതാക്കളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, KC ജോസഫ്, ചെറിയാൻ ഫിലിപ്പ്, പന്തള സുധാകരൻ, അങ്ങനെ ഇനിയുള്ള സീനിയർ നേതാക്കൾക്കൊന്നും ഇവരുടെ താഴെ ഇനി KPCC സെക്രട്ടറിമാരോ ജനറൽ സെക്രട്ടറിമാരോ ഇരിക്കാൻ കഴിയില്ല. അവരും പുറത്താണ്. അങ്ങനെ വലിയ തരത്തിൽ ആശയക്കുഴപ്പമുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയിൽ പരമാവധി ഉൾപ്പെടുത്തേണ്ട അംഗങ്ങളെ നിർണ്ണയിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ 1-2 അംഗങ്ങളെ മാത്രമേ പുതുക്കി അതിനകത്ത് ഉൾപ്പെടുത്താനും കഴിയുള്ളൂ. അതുകൊണ്ട് ഇനി DCC അധ്യക്ഷന്മാരായി ഒഴിയുന്നവർക്ക് പദവി നൽകണം. പുതിയ DCC അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിൽ തർക്കമുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരെ അധികമായി അതിനകത്ത് കുത്തിക്കയറ്റുമ്പോഴേക്കും സ്വാഭാവികമായത് മുല്ലപ്പള്ളിയുടെ കാലഘട്ടത്തിലെ ജംബോ കമ്മിറ്റി KPCC പോകാനാണ് സാധ്യത. ഇന്നലെ കൊച്ചിയിൽ വെച്ച് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്ന് KC വേണുഗോപാൽ ആലപ്പുഴയിലുണ്ട്. അവിടെ രമേശ് ചെന്നിത്തല സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടകനായിരുന്നു. അവിടെ വെച്ച് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ഈ ആഴ്ച തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ ലിസ്റ്റ് വരേണ്ടതായിരുന്നു, വന്നില്ല. ഇനി ഈ ശനിയാഴ്ചയ്ക്കുള്ളിൽ ലിസ്റ്റുമായി AICC ആസ്ഥാനത്തെത്തി ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ഇനി AICC കടുത്ത തീരുമാനത്തിലേക്ക് ഒരു മാനദണ്ഡ അടിസ്ഥാനത്തിൽ പ്രഖ്യാപനം അവിടെ നിന്നുണ്ടാവുകയാണെങ്കിലും ഇവിടെ പൊട്ടിത്തെറിവുണ്ടാവും. ഇനി ചേർക്കപ്പെടുന്നതും ഒഴിവാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട അതിർത്തി സ്വാഭാവികമായി പ്രകടമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റാൻ വേണ്ട തരത്തിലുള്ള ശ്രമം നടത്തിയ ഒരു KPCC ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിനൊപ്പം കോഴിക്കോട് നിന്ന് വരികയും അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുകയൊക്കെ ചെയ്ത ശേഷം വാർത്തകൾ ചോർത്തിക്കൊടുത്ത് KPCC അധ്യക്ഷൻ സുധാകരനെ മാറ്റാൻ പോവുകയാണ് എന്ന മറുചേരിക്ക് വേണ്ടി വേണ്ട ഒത്താശ ചെയ്തൊരു നേതാവിനെ ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരെ സുധാകരൻ കടുത്ത ഭാഷയിലാണ്, രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്.